മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. അനീഷിന് ഫാമിലി വീക്ക് വന്നതിന് ശേഷം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും പഴയതുപോലെ ആവുകയാണ് അനീഷ്. അതായത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും വെറുപ്പിക്കലുമൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അനീഷിൻ്റെ അമ്മ വന്നപ്പോൾ അനീഷിനോട് പറഞ്ഞിരുന്നു, നീ ആദ്യം എങ്ങനെയാണോ കളിച്ചത് അങ്ങനെ തന്നെ കളിക്കണം. അത് ഞാൻ കേട്ടിരുന്നു. പക്ഷേ വേറെന്തെങ്കിലും ഹിൻഡ് കൊടുത്തോ എന്നറിയില്ല. ചിലപ്പോൾ അമ്മ ആ പറഞ്ഞത് അനീഷ് ഇങ്ങനെയാവാം മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ആദ്യത്തെ അനീഷിൻ്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഇതാണല്ലോ. എന്തായാലും അനീഷിൻ്റെ ആ ഒരു ഗെയിം പ്ലാൻ തകർക്കാൻ പദ്ധതി ഇട്ടിരിക്കുകയാണ് ആദിലയും ഒനീലുമൊക്കെ. ഒനീലിന് അനീഷിൻ്റെ ആ ഒരു ഗെയിം പ്ലാൻ മനസ്സിലായി. ഒനീൽ അത് വ്യക്തമായി ആദിലയോടും പറയുന്നുണ്ട്. ഒനീൽ പറയുന്നത് അനീഷ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയൊക്കെ എടുക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് നീ ഇനി എപ്പോഴും പണ്ടത്തെ പോലെ അനീഷിനോട് വഴക്കിടാൻ പോവരുത്, പുറകെ നടന്ന് ചൊറിയാൻ നിൽക്കരുത്. അത് അനീഷിന് ഗുണമേ ചെയ്യുകയുള്ളൂ. കൂടുതൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കാൻ പറ്റും, കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടും. അതുകൊണ്ട് ആദിലയോട് ഒന്ന് അടങ്ങി നിൽക്കണമെന്നോ ഒനീൽ പറയുന്നു. ആദിലയ്ക്കത് മനസ്സിലാവുന്നു. ആദില അത് അതുപോലെ തന്നെ ജിസേലിനോട് പറഞ്ഞു കൊടുക്കുന്നു. അനീഷേട്ടന് പുറത്തുനിന്ന് വന്നപ്പോൾ എന്തോ ഒരു ഹിൻഡ് കിട്ടി പഴയതുപോലെ കളിക്കണമെന്ന്. അതുകൊണ്ട് പണ്ടത്തെ പോലെ കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്, ഒറ്റപ്പെട്ട സ്ട്രാറ്റജി തുടങ്ങിയിരിക്കുകയാണ്, എല്ലാവരെയും വെറുപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്നൊക്കെ ജിസേലിനോട് പറഞ്ഞു കൊടുക്കുന്നു. ജിസേൽ അപ്പോൾ പറയുന്നുണ്ട്, എനിക്കെന്തോ മാറ്റം ഫീൽ ചെയ്തു, പക്ഷെ എന്താണെന്ന് മനസ്സിലായില്ലെന്ന്. എന്തായാലും ആദിലയും പറഞ്ഞു കൊടുക്കുകയാണ് ജിസേലിന്. എന്തായാലും ആദിലയും ഒനീലും കൂടി അനീഷിൻ്റെ ആ ഒരു ഗെയിം പ്ലാൻ തകർക്കാനുള്ള പദ്ധതിയിലാണ്. അതായത് അനീഷ് ഇനി സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞാലും ഇവരൊന്നും തിരിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മാക്സിമം അനീഷായിട്ട് ഒരു പ്രശ്നത്തിനും പോവാതെ, അനീഷ് കൊണ്ടുവരുന്ന ഓരോ ടോപ്പിക്കിലും കയറി പിടിക്കാതെ അനീഷിനെ മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് ഇവരുടെ പദ്ധതി. ഇതെന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.